ഉമ്മ, നിങ്ങളുടെ 18 കൊല്ലത്തെ ചിരകാല സ്വപ്നം, നിങ്ങളെ മോന്, നിങ്ങളെ പ്രാർത്ഥന, നിങ്ങളെ കണ്ണീര്, നാട്ടുകാരുടെ കണ്ണീര്, സഹായിച്ചവർ എല്ലാവരുടെയും കണ്ണീരിൻ്റെ ഫലമായിട്ട്, പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ്. ഏകദേശം 30 കോടിയിലധികം പൈസ ആയിട്ടുണ്ട്. എന്താ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? കുട്ടിയുടെ കാര്യത്തിൽ വന്ന് ഇറങ്ങിയ പൈസ കുട്ടിയുടെ ആവശ്യത്തിനുള്ളൊരു കൊത്തിരി വാങ്ങി വരുത്താച്ച കർമ്മ ചെയ്യുക എൻ്റെ കാലത്ത് അതിൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ പോരായി ഒന്നില്ല പൈസ ഇപ്പൊ ഒരു മനസ്സിലൊരു സന്തോഷം വരും, എന്താ പറയാ അല്ലേ, ഒരു ആനന്ദക്കണ്ണീരുണ്ട് ശരിക്കും അല്ലേ? അതെ അതെ അതെ, ഇപ്പോഴാണ് ഉമ്മന്റെ മുഖം നമ്മൾ ഇത്തിരിയും ക്ലിയർ ആയിട്ട് കാണുന്നത് ഇപ്പോഴാണ്. അതെ അതെ അതെ, ഞാനൊരു അയൽവാസിയാണ്. നിങ്ങൾ അയൽവാസിയല്ലേ? വരില്ലേ ഉമ്മന്റെ കണ്ണീര് നാട്ടുകാരെ എല്ലാവരും സ്നേഹം കൊണ്ട് ഒരു സന്തോഷത്തോടെ ചിരിച്ചോണ്ടൊരു മുഖം കാണുന്നത് ഇപ്പോഴാണ് കാണുന്നത്. വളരെയധികം സന്തോഷം, വളരെയധികം സന്തോഷം. എല്ലാവർക്കും നമ്മളിത് നന്ദി എത്ര പറഞ്ഞാലും നമുക്ക് വളരെ സന്തോഷം. നമ്മൾ കണ്ണീരില്ലാതെ ഈ 18 വർഷത്തിൽ കണ്ടിട്ടില്ല. ഞാനൊരു അയൽവാസിയാണ്. നമ്മളെ മലയാളികൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അല്ല, മലയാളികൾ ഇതിനല്ല, ഏതൊരു സന്ദർഭത്തിലും നമ്മൾ ഒരുമിക്കും. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം തരംഗമായതുകൊണ്ടും ആളുകൾ അറിയാൻ സാധിച്ചതുകൊണ്ടും തീർച്ചയായിട്ടും എന്ത് പറയണമെന്ന് എനിക്കും അറിയില്ല, ഉമ്മാക്കും അറിയില്ല. കൂടുതൽ നമ്മുടെ അയൽവാസിയായിട്ട് എന്താ പേര് സക്കീന, അവർക്കൊന്നും ആർക്കും അറിയില്ല. ഇവിടെ തടിച്ചു കൂടിയ ജനങ്ങൾക്കും ആർക്കും അറിയില്ല. ഒരുപാട് മീഡിയക്കാർ, ജനങ്ങൾ, ആളുകൾ എല്ലാവരും. കാരണം പിന്നെ ഇത്രത്തോളം സന്തോഷകരമായിട്ടുള്ളൊരു ദിവസത്തിലെ ഉമ്മാന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ജനിച്ചു 24 വയസ്സായിട്ടില്ലേ? 4 വയസ്സ് വരെ ഉമ്മാന്റെ കൂടെ ജീവിച്ചിട്ടില്ല. അത് കഴിഞ്ഞാലാണ് പ്രവാസിയായിട്ട് പോണത്. 2006 മുതൽ ഈ ഒരു ദിവസം വരെയുള്ള അന്ന് ജയിലിലാണ്. ഇന്ന് ഉമ്മാന്റെ മുഖത്ത് സന്തോഷമാണ്. ഇതിന് സഹകരിച്ച, ഇതിന് 1 രൂപ കൊടുത്ത് സഹായിച്ച, സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച, ഇതിനു വേണ്ടി ഓടി നടന്ന, ഉറക്കൊഴിച്ചവര്, നാനാജാതി ആളുകൾ, മലയാളികൾ, അതുപോലെ തന്നെ മലയാളികളിലേക്ക് പിരികൊടുത്തിട്ട് മറ്റുള്ള നാട്ടുകാരായിട്ടുള്ള മനുഷ്യരായിട്ടുള്ള എല്ലാവരോടും, ഇതിന് സഹകരിച്ച എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ വാക്കുകളിൽ ഒതുങ്ങാത്ത നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നമ്മളാണ്. കാരണം ജാതി മത വർഗ വിവേചനമില്ലാതെ, രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മാത്രമാണ് ഈ ഒരു സഹായം നമുക്ക്, അല്ലെങ്കിൽ ഇത്രയും ദിവസം കൊണ്ട്, ഇന്ന് 4 മണിക്കൂർ കൊണ്ടാണ് നമുക്ക് 5 കോടി ഈ ഒരു അവസാന നിമിഷത്തിൽ 2-3 ദിവസം മാത്രം ബാക്കി നിൽക്കെ നമുക്ക് സമാഹരിക്കാൻ പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ ബോച്ചന്റെ ഇടപെടൽ വളരെ എന്താ പറയാ പ്രശംസനീയമാണ്, അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം ബോച്ചന്റെ ഇടപെടൽ ആ ഒരു പിന്നെ എന്താ പറയാ, ബോച്ചന്റെ ഒരു നട്ടലുള്ള മനുഷ്യൻ തന്നെ പറയാം കേരളത്തിൽ അല്ലേ? കാരണം ആ ഒരു മനുഷ്യന്റെ ഇടപെടലാണ് നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ സ്തുതിക്കേണ്ടത്. നാഥനോട് സ്തുതി പറഞ്ഞാൽ പിന്നെ രണ്ടാമത് നമ്മൾ പറയേണ്ടത് ആ ബോച്ചന്റെ ഇടപെടൽ. കാരണം 3-3.5-4 കോടി ആയിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഇടപെടൽ വരുന്നതും, ബോച്ചന്റെ 1 കോടി പ്രഖ്യാപനവും, അതുപോലെ തന്നെ ബോബിച്ചവന്റെ യാചന എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങുന്നതും അത് മുഖേനയാണ് ഇത്രയും പെട്ടെന്ന് സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിലുപരി ഇതിന് സഹകരിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ കണ്ടു, നമ്മൾ കാരുണ്യത്തിൻ്റെ കരങ്ങൾ കുറഞ്ഞ ദിവസം കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ ബോച്ചൻ്റെ ഇടപെടൽ, ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇടപെടലാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് ക്യാഷ് ആയിട്ട് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ക്യാഷ് ആയെന്ന് മാത്രമല്ല, 34 കോടിയും കഴിഞ്ഞു. ഇവിടെ ഒരുപാട് ആളുകൾ ക്യാഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അവരൊക്കെ എപ്പോഴും ഇവിടെ നിൽക്കുകയാണ്. കാരണം ഇത് കളക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ലീഗലായിട്ടുള്ളൊരു ഇതായതുകൊണ്ട്, ഒരു ആപ്പ് ആയതുകൊണ്ട് അത് അത്രേ കളക്ട് ചെയ്യുള്ളൂ എന്നുള്ള ഉറപ്പ് കൊടുത്തിട്ടാണ് ഈ ഒരു ആപ്പ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് 34 കോടി കഴിഞ്ഞിട്ടുണ്ട്. 34 കോടി കഴിഞ്ഞിട്ട് കുറച്ച് ക്യാഷുകൾ കളക്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് ഇനി എന്തായിരുന്നുള്ള തീരുമാനങ്ങൾ അത് അവർക്ക് മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാണെങ്കിലൊക്കെ എന്ത് ചെയ്യാം. പക്ഷേ ഇപ്പം ഈ ഒരു ലീഗലായിട്ട് പിന്നെ ആ ഒരു കളക്ട് ചെയ്യൽ നിർത്തി വെച്ചിട്ടുണ്ട്. ഇനിയൊരു ആപ്പ് വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള വഴിയോ ഒന്നും നമ്മൾ ഈ ഒരു പിന്നെ റഹീമിന് വേണ്ടിയിട്ട് പിരിവ് നടത്തണില്ല. അതുകൊണ്ട് പ്രത്യേകം പറയാനുള്ളത്, ഇനി അങ്ങനത്തെ ഒരു മെസ്സേജുകളോ ആപ്പുകളോ ഒന്നും വന്നിട്ട് റഹീമിന് വേണ്ടി പിരിവില്ല, ആരും പെട്ടുപോകരുത്, അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്. ഓക്കെ, ഏതായാലും ഇതുവരെ സഹകരിച്ചവർക്ക് 1 രൂപ കൊണ്ടും, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയും, അതുപോലെ പല രീതിയിൽ രാവും പകലുമില്ലാതെ ഊണും ഉറക്കവും വഹിച്ച് ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരോടും, നാട്ടുകാരോടും, പ്രവാസികളായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളോടും എല്ലാവർക്കും നന്ദി പറയുന്നതോടുകൂടി എസ്പെഷ്യലി റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ബോച്ചയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട്, ബിഗ് താങ്ക്സ്. ബോച്ചെ അങ്ങനെ ഒരു നട്ടലുള്ള ആൺകുട്ടി കേരളത്തിലുള്ളതുകൊണ്ട് മാത്രമാണ് ഈ പിന്നെ നമുക്ക് ഇത്രയും പെട്ടെന്ന് ക്യാഷ് കളക്ട് ചെയ്യാൻ പറ്റിയത്.
ആ ഒരു ചാരിതാർത്ഥ്യമായ ഇത് നമ്മൾ മറന്നു പോകാനേ പാടില്ല. കാരണം നമുക്ക് ക്യാഷ് ആവില്ല 34 കോടി പിരിക്കാൻ കഴിയില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്രയും യുദ്ധകാലാടിസ്ഥാനത്തിൽ കേവലം ഒരു 10 ദിവസം കൊണ്ട് ഇത്രയും ക്യാഷ് 3-3.5 കോടി റുപ്യ അക്കൗണ്ടിൽ അല്ലെങ്കിൽ കളക്ട് ചെയ്ത് നിർത്തുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു 34 കോടിയിൽ ഇത്രയും പെട്ടെന്ന് എത്തിച്ചാൻ പറ്റിയുള്ളത്. ബോച്ചയുടെ യാചന, ബോച്ച ഫാൻസിൻ്റെ യാചന, ബോബിച്ചൊന്നുമ്മനുടെ ഇടപെടലാണെന്നുള്ളത് നമ്മൾ ഒരിക്കലും ആ ഒരു സത്യം മറന്നു പോകരുത്. ബാക്കിയുള്ള എല്ലാവരും ഇടപെട്ടിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു എന്താ പറയുക, ബിഗ് താങ്ക്. അതുപോലെ ഒരൊറ്റ കാര്യം പറയാൻ വിട്ടുപോയത് എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ എല്ലാവർക്കും സംശയങ്ങളുണ്ടാവും എപ്പോൾ ഇറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ ക്യാഷ് ക്യാമറ എന്തൊക്കെയാണെന്നുള്ളത്. അതൊക്കെ ഇനി ബാക്കി എംബസി അവിടെ നാട്ടിൽ അവിടെ KMCC കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് ആളുകൾ അഭിഭാഷകരൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ എംബസി മുഖേനയൊക്കെ ആയിട്ട് ക്യാഷ് ഈ കുടുംബത്തിനെ ഏൽപ്പിച്ചിട്ട് കോടതിയിൽ നിന്ന് റെസീറ്റൊക്കെ വാങ്ങി എല്ലാം റെഡി ആയിട്ട് മോചനം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതലായിട്ട് നമുക്കറിയില്ല. പിന്നെ അതിൻ്റെ കുറച്ച് പ്രൊസീജിയർ വർക്കുകൾ കാര്യം ഏതായാലും പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വലിയ പെരുന്നാളിൻ്റെ ഒക്കെ മുന്നേ ആയിട്ട് തന്നെ റഹീമിനെ നമുക്ക് നാട്ടിൽ എത്തിക്കാൻ പറ്റും. ഉമ്മാൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടു. ഏതായാലും വളരെയധികം സന്തോഷം. ഓക്കെ നമ്മൾ ഈ സ്നേഹിതനൊക്കെ എന്താ പറയുക, പ്രത്യേകം എന്താ പറയുക നന്ദി പറഞ്ഞാലും തീരാത്തതാണ്. കാരണം അല്ലേ ഊണ് മുറക്കവും ഇല്ലാതെ ഒരു മാസത്തോളമായിട്ട് രാത്രി 2:30-3 മണിക്കാണ് നമ്മൾ റഹീമിൻ്റെ വീട് തന്നെ ഓഫീസാക്കിയിട്ട് ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയിട്ട് റമദാൻ മാസം നോമ്പ് നോറ്റിട്ടൊക്കെ വളരെയധികം. ഏതായാലും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. റിയൽ കേരള സ്റ്റോറി. അതെ അതെ ഓക്കെ.